Hi all, welcome to my second vlog. Today's video is about, my vlog is about എൻ്റെ ഡെയിലി റുട്ടീൻ. ഒരു ദിവസം എൻ്റെ എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത്. ഐ എം വെരി എക്സൈറ്റഡ് ടു ഡു ദിസ് വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉറക്കം എണീച്ച പാടെ തന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറച്ച് നേരം ഇരിക്കും. താങ്ക്സ് ടു യൂണിവേഴ്സ് ആൻഡ് ഗോഡ് തന്ന ബ്ലെസ്സിങ്സിനും എല്ലാ കാര്യങ്ങൾക്കും, ലെസൺസിനും എല്ലാം ഞാൻ യൂണിവേഴ്സിനോട്, ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബെഡ്, കിടന്ന പ്ലേസ്, എൻ്റെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും. ദെൻ അതിനുശേഷം ഞാൻ ഫ്രഷനപ്പ് ആവാനായിട്ട് പോകും. ഞാൻ പോയിന്ന് ഫ്രഷനപ്പ് ആവും. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ മമ്മി എന്നെയും കാട്ടി നേരത്തെ എണീച്ചിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരി എനിക്ക് വേണ്ടിയുള്ള മീൽസ് എല്ലാം ഗ്രാം കണക്ക് അളന്ന് മുറിച്ച് പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഷീസ് മൈ സപ്പോർട്ട് ആൻഡ് മൈ, എന്താ പറയുക, ഓൾ ഇൻ ഓൾ മൈ മദർ. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രഷനപ്പായിട്ട് വന്ന് എഗെയിൻ ഐ പ്രേ ടു ഗോഡ്. ഞാൻ കുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അന്നത്തെ ഡേ ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞാണ് ഞാൻ അവിടുന്ന് പിന്നെ ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങുവാണ്. സോ ജിമ്മിലെത്തി, ഫസ്റ്റ് മീലെടുത്തു. വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് മീലെടുത്തത്. ഇപ്പം ഞാൻ ജിമ്മിലേക്ക് എത്തി. അരുൺ ഗോവിൻ്റെ പി ടി ഉണ്ട്, പിന്നെ ബാക്ക് അത് കഴിഞ്ഞാൽ അരുണിൻ്റെ പി ടി ഉണ്ട്. ഇന്ന് മോർണിംഗ് ആകെ 2 പി ടി ഉള്ളൂ. സോ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഡെയിലി ആക്ടിവിറ്റീസും ബാക്കിയുള്ള മീൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പോയിരുന്നത് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമിലായിട്ടുണ്ട്. സോ ഇന്ന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇന്ന് മോർണിംഗ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ക്ലയൻസൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ വർക്കൗട്ട്, പിന്നെ എൻ്റെ മീൽസ് എല്ലാം ഇന്നത്തെ വ്ലോഗിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചലോ. ഓക്കെ, സോ മനുവിൻ്റെ 158 ഡേയ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞങ്ങളെല്ലാവരും ചലഞ്ചിലുണ്ട്. അപ്പം ഞങ്ങളെ വിളിച്ച് പറയേണ്ടില്ല ആളുള്ളൂ, അല്ലേ? നമ്മളും ചലഞ്ചിലുണ്ട്, നമ്മൾ വിളിച്ച് പറയേണ്ടില്ല ആളുള്ളൂ. അതെ, ഞങ്ങളും ചലഞ്ചായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടെയും 158 സക്സസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകരുത്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പറയണ്ടേ? ഇത് പ്രശാന്ത്. അതെ അതെ. വാ. സോ എൻ്റെ ഫസ്റ്റ് മീൽ ഞാൻ കഴിച്ചു. ഫസ്റ്റ് മീല് 50 ഗ്രാം ഓറ്റ്, 6 എഗ് വൈറ്റ്, 2 ഹോൾ എഗ്സ്. സെക്കൻഡ് മീലാണ് 120 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ. ഇതാണ് സെക്കൻഡ് മീല്. രാവിലെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അത് ഗോപൻ. പുള്ളി കഴിഞ്ഞിട്ട് ഈ മീൽ എടുക്കുവാണെങ്കിൽ 50 മിനിറ്റ്സ് കാണും ഈ മീൽ കഴിക്കുന്ന ടൈം. അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് ക്ലയൻറ്റ് വരും. അത് കഴിയുമ്പോൾ ഇപ്പം ടൈം ഏകദേശം ഒരു 8:30-9 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10:30-11 ആകുമ്പോൾ നമ്മുടെ തേർഡ് മീൽ എടുക്കും. അത് ഫിഷും റൈസുമാണ് പറഞ്ഞത്. അരുഗോപൻ്റെ സെഷൻ കഴിഞ്ഞു, പുള്ളി പോയി. അപ്പോൾ തന്നെ നമ്മുടെ നെക്സ്റ്റ് പി ടി വന്നു. അത് അരുണാണ്. അരുണിന് മുന്നേ ലെഗ് ഡേ തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുണിനെ എങ്ങനെ ബൾഗേറിയൻ സ്പ്ലിറ്റ് ലഞ്ചസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ ഒരു ഇതാണ്. അരുണിന് ലെഗ് ഡേ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സോ പുള്ളിക്കാരനെ അത് പഠിപ്പിച്ചു.
ഗോയിനോ ആണോ നോക്കിയോ സംസാരിച്ചോ എന്താണ് അതിന് പറയുന്നത് നമ്മുടെ 150 ചാമ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് പറഞ്ഞോ ടഫ് വെരി ടഫ് വർക്കൗട്ട് ചെയ്യുന്നത് ടഫ് അല്ല ഡയറ്റ് പിടിക്കുന്നതാണ് ടഫ് അതെ ഡയറ്റ് പിടിക്കുന്നതാണ് ടഫ് അതിനാണ് സ്പെഷ്യൽ BGM ഒക്കെ വേണം പിന്നെ വരും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് BGM ഓടെ നടന്നിട്ട് വരാം ഓക്കെ ടൈം 10:46 ആയി ആരുടെ ലെഗ് ഡേ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലെഗ് ഡേ ഭീകരമായിരുന്നു നടന്നല്ലേ കാലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ട്സിനായിരുന്നില്ല ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ഗ്ലൂട്ട്സ് ലോവർ ബാക്സും സെറ്റ് ആയിട്ടുണ്ട് ലെഗ് 2 ദിവസം കഴിഞ്ഞ് സെറ്റ് ആയി അപ്പൊ അതിന് നാളെ ബാക്ക് അല്ലേ നാളെ ബാക്ക് മനൂബ്രോയിൽ ഏതാ വർക്കൗട്ട് എനിക്കിന്ന് ചെസ്റ്റ് ഷോൾഡർ ആംസ് ചെസ്റ്റ് ഷോൾഡർ ബൈസൺ റൈസ് അപ്പൊ 4 പാർട്സിന് ഒരു ദിവസം അല്ലേ 3 ഇത് സെക്കൻഡ് തേർഡ് മീലാണ് സെയിം 120 ഗ്രാം ബസുമതി റൈസ് ബ്രോക്കലി വെജിറ്റബിൾസ് പിന്നെ 150 ഗ്രാം Fish. ചൂര ഈ 120 ഗ്രാമിന് എത്ര പ്രോട്ടീൻ കിട്ടും 120 ഗ്രാം നമുക്കൊരു ഏകദേശം 45 ഗ്രാം പ്രോട്ടീൻ കിട്ടും ഇത് തേർഡ് മീൽ അല്ലേ തേർഡ് മീൽ അതായത് നമ്മൾ ലഞ്ച് കഴിക്കണ എഫക്റ്റ് അല്ലേ കാരണം ഞാൻ ഏർലി മോർണിംഗ് ഒരു 5-ന് എണീക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് മീൽ പറഞ്ഞത് 6:30 6 ആ ടൈമിന് വരും പിന്നെ ഇവിടെ വന്ന് 2 PT കഴിഞ്ഞ് അടുത്ത മീല് സെക്കൻഡ് മീല് പിന്നെ തേർഡ് മീല് പിന്നെ ഇത് കഴിയുന്നു വീട്ടിൽ പോകണോ മമ്മി ഇതിൽ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ കാണാം ഫ്രൂട്ട്സ് അത് അങ്ങനെ സെറ്റ് ആയി ഫ്രൂട്ട്സ് കഴിക്കും രാവിലെയും കഴിക്കും ഇത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ല കേട്ടോ ഇത് കുറച്ച് നാളുകളെ കാണുള്ളൂ ഡയറ്റ് പിന്നെ നമ്മുടെ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് എന്റെ കോച്ച് മാറ്റും ഡയറ്റ് ചേഞ്ച് ചെയ്യും ഓക്കെ തൽക്കാലത്തിലാണിത് നമ്മുടെ ഒരു കണ്ടീഷൻ ആവുന്നത് വരെയുള്ള ഇതാണ് ഇത് അപ്പൊ ഇത് ശരിക്കും ഷ്രെഡഡ് ആവാനാണോ അതോ ഇത് ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഫാറ്റ് വലിക്കുക പൊടി നിന്ന് വലിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് ക്ലൻസറൊക്കെ ഇങ്ങനെ കറങ്ങി പിരിഞ്ഞാണ് വെള്ളം എടുക്കാൻ പോണത് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോ രണ്ടാള് അങ്ങോട്ട് പോകും ജസ്റ്റ് നല്ല പെയിൻ ഉണ്ട് ഇപ്പൊ അത്യാവശ്യം കാർ പെയിൻ ഉണ്ട് ജസ്റ്റ് അത്യാവശ്യം കാർബ് ഉണ്ട് ഫുഡില് ഇതില് ഇനി പോകെ കാർബ് കട്ടി വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ഫേസിലോട്ട് വരുന്നത് സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചോ കേട്ടോ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചോ നല്ല കുറച്ച് വെച്ചോ അത് മേഡത്തിന്റെ മൈഗ്രെയിൻ ഉണ്ട് അപ്പം പാട്ടിന് വോളിയം കുറയ്ക്കാൻ പറഞ്ഞു അതെ ഞാൻ ചെന്നിട്ട് എന്ത് കഴിക്കുന്നറിയോ 3 ഡേറ്റ്സ് 3 ബദാം 3 കാഷ്യൂ ഇത് ചെന്നടിക്കും അപ്പൊ ഏകദേശം അപ്പൊ എന്താ അറിയില്ല അപ്പൊ ഒരു 2 മണി വരെ വയറ് ഫില്ലായിരിക്കും എന്താ സംഭവം അറിയില്ല ഭയങ്കര എപ്പോഴും എനർജി കൂടുതലാണല്ലോ ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും പ്രോട്ടീൻ കുടിച്ചിട്ടല്ലേ പോകണം പ്രോട്ടീൻ കുടിച്ചിട്ടാ പോകണം ലഞ്ച് എപ്പോഴാ ലഞ്ച് ഒരു 2-2:30 അപ്പോഴേ വിശക്കുള്ളൂ കഴിക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോ ഒരു മിക്ക ദിവസവും 150 ഗ്രാം ചിക്കൻ ആയിരിക്കും അതിന്റെ ഒപ്പം ഒരു 100 ഗ്രാം ചോറുണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു വെജ് അതായത് ഇതായിരിക്കും ഞാനല്ലേ തോരൻ അതെ 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 അപ്പൊ ഇടയ്ക്ക് കാരണം ഇതുവരെ അങ്ങനെ പാളിയിട്ടില്ല ചിലപ്പോ കിറ്റ്കാറ്റ് ഒക്കെ പറയുന്ന ഒരു കഷ്ണമൊക്കെ 5 രൂപയുടെ കഴിച്ചാൽ ഇപ്പൊ 82 കിലോ ആയിരുന്നപ്പോഴാണ് മനുബ്രോന്റെ PT തുടങ്ങി ഇപ്പൊ കറന്റ് 77.15 ആണ് 5 കിലോളം കുറവാണ് ഏകദേശം 3-4 മാസമല്ലേ 4 മാസമായിട്ട് നമ്മളിത് ഫോർത്ത് മന്ത് ഗോയിങ് ഓൺ ആണ് അപ്പോഴേക്കിന് ഞാനൊരു 72 ഒക്കെ ആയാൽ നല്ലതായിരുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് അതെ 72 ആവുമല്ലോ
നമ്മൾ കാർഡിയോ മാത്രമാണ് ഒന്ന് കുറച്ച് ലാഗ് ചെയ്യണത്. ആ അപ്പൊ അതൊക്കെ നമ്മളത് ബാലൻസ് ചെയ്ത് അതിലേക്ക് നമ്മൾ എത്തും. കറിയുടെ പ്രശ്നം വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കാർഡിയോ ചെയ്യുമ്പോഴാണ് ആ ഒരു ചടപ്പ് വരിക. ചടപ്പ് വരിക. ആ, അത് നമ്മൾ ആദ്യം കാർഡിയോ ചെയ്താൽ വർക്കൗട്ട് ചെയ്യാനും പറ്റില്ല. അത് മറ്റൊരു എനർജിയിൽ പോകും. ആ ഈ കുറച്ച് ഉണ്ടാവും. ഇതൊരു ടാലിയിൽ കൊണ്ടുപോകണല്ലേ ശരിക്കും. ഇത് ടാലി ചെയ്യണം. അത് പിന്നെ നിമ്മി ചേച്ചിന്റെ പോലെ ഓട്ടം ചാട്ടൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നെങ്കിൽ നല്ല. പക്ഷെ അതെനിക്ക് അത് ഡെയിലി സ്റ്റെപ്സിൽ കുറച്ച് എൻഡുറൻസ് ലേഡീസിന് ഡിഫറെന്റ് ആണല്ലോ ട്രെയിനിങ്. അതിപ്പോ കണ്ടോ ഇപ്പൊ സ്റ്റെപ്പ് ആകെ നടന്നത് ഇന്ന് 4000 ഇത് സൂര്യ സൂര്യ നമ്മുടെ ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫാണ് സൂര്യ. ആ വീട്ടിൽ എടുക്കുക. എന്റെ ബ്ലോഗ് സൂര്യ എന്റെ ബ്ലോഗിൽ വരുന്നതായിരിക്കും. പോയി നാണം വന്നിട്ട് പോയി. അതെ ഇന്ന് നമ്മളെ ക്യാമറമാനെ ഇതുവരെയും കാണിച്ചിട്ടില്ല. ക്യാമറമാൻ എഡിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നെ ക്യാമറയുടെ പുറകില്. ഇതായാലും എഡിറ്റ് ചെയ്യണ മൂപ്പരാണ്. എല്ലാം പുള്ളി അമല്. പുള്ളി ഓളിനോൾ ഒരു വീഡിയോയിൽ കാണിക്കാം. ആ വലിയ ഷുഗർ ക്രേവിങ്സ് ഒന്നും വരാറില്ലേ? അതായത് ചോക്ലേറ്റ് കഴിക്കാനോ ഇതൊന്നുമില്ല. അത് കഴിച്ചു കിട്ടിയ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ഇപ്പൊ കംപ്ലീറ്റ്ലി ഡയറ്റിനകത്ത് ഇല്ല. അതുകൊണ്ട് കഴിപ്പില്ല. ഷുഗറേ ഇല്ല. പണ്ടേ ഇല്ല. പണ്ടേ ക്രേവിങ്സ് ഇല്ല. ചായ കാപ്പി പിന്നെ ഇല്ലല്ലോ അല്ലേ? ഞങ്ങൾ കുടിക്കാറുണ്ട്. ആ ആകെ എനിക്ക് ഇങ്ങനെ ഒരു അഡീഷണൽ ഉള്ളത് ടീ ആണ്. ടീ അല്ലെങ്കിൽ കോഫി. വൈകിട്ട് ഇപ്പം കോഫി ടീ ഇല്ല. കൊച്ചുചോറിന് എടുക്കണ്ടെന്ന് പറഞ്ഞ് മോർണിംഗ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് എത്ര ml കുടിക്കും? 150 200 സാധാ ഗ്ലാസ് ഗ്ലാസ് ഇത്രയും കാണും. ഷുഗർ ഇട്ടതോ ഇടാത്തോ? പാൽ ചായ. പാൽ ചായ ഷുഗർ ഇടുവല്ലേ? ആ sugar. അപ്പൊ ഈ അത്ര കൂടെ എക്സ്ട്രീം ഷുഗർ കട്ടന്റെ ഒന്നും ആവശ്യമില്ല. ഒരിക്കലും ആവശ്യമില്ല. അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ പിന്നെ ഓവർ ആവുന്ന മാത്രമേ ഉള്ളൂ. ശരി. അത് കംപ്ലീറ്റ്ലി ഷുഗറുമായിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനൊക്കെ ബാധിക്കും. മൂഡ് ഉണ്ടാവും. ആ ഡോപ്പമിൻ കുറയും. ബോഡി റിലീസിന് കുറയും. ഹാപ്പി ഹോർമോൺസ് റിലീസിന് കുറയും. അത്രയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നമ്മൾ ഒറ്റ അടിക്കില്ല നമ്മൾ കട്ട് ചെയ്യണത്. എല്ലാം നമ്മൾ സ്ലോ ബൈ സ്ലോ ഫേസിലാണ് കട്ട് ചെയ്യണത്. ഞാൻ പണ്ടോട്ട് ശീലിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ക്രേവിങ്സ് ഭയങ്കര കുറവാണ്. എനിക്ക് ഷുഗർ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. മോസ്റ്റ്ലി എല്ലാവർക്കും ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 18 years ആയി. മോസ്റ്റ്ലി എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം ഷുഗർ കട്ട് ചെയ്യുന്നതാണ്. ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമാണ് ആൾക്കാർക്ക്. എന്തോ ഭാഗ്യം സഹിച്ചാൽ അതില്ല. അങ്ങനെ അപ്പോ മനു ബ്രോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ അതെ 158 days challenge. ഇനി 156 days അല്ലേ? 158 കഴിഞ്ഞിട്ട് ഞാനൊന്ന് ശ്വാസം വിട്ടിട്ട് ബാക്കിയാണ്. ചിലപ്പോൾ 200 days ആയിരിക്കും പിന്നെ എടുക്കുന്നത്. 200 ആയിരിക്കും, ചിലപ്പോൾ 208 ആയിരിക്കും. തീരുമാനിച്ചിട്ടില്ല. 158 ആയിരിക്കും നല്ലപോലെ ചെയ്യണം. 100% പവർ കട്ടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. എൻ്റെ കൂടെ നിങ്ങളെ അരുൺ, ഗീതിക, പുള്ളിക്കാരുടെ വൈഫും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചലഞ്ച്. ഗീതിക, അരുൺ ശങ്കർ. പുള്ളിക്കാരി ഒരു 100 days ഈറ്റിംഗ് ക്ലീൻ. എൻ്റെ ക്ലൈൻ്റ് ആണ് പുള്ളിക്കാരി. സ്റ്റാറ്റസ് ഒക്കെ കാണാറില്ല. സ്റ്റാറ്റസ് ഇപ്പോൾ ഇന്ന് day 2 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിക്കാരുടെ ചലഞ്ച് എന്ന് വെച്ചാൽ 100 ദിവസം ഈറ്റിംഗ് ക്ലീൻ. ഈറ്റ് ആ 100 ദിവസം കഴിക്കുന്ന മീൽസ്. അത് ഇന്ന് മെസ്സേജ് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. തുടക്കത്തിലുണ്ടാവും കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും. അത് ഓവർകം ചെയ്താലാണ് നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ചലഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. എനിക്ക് പല പ്രാവശ്യം ഈ വെയിറ്റ് കൂടിയ ആൾക്കാരെ വെയിറ്റ് കുറയ്ക്കാനാണ് പണി എന്ന് പറയാറുണ്ട്. പക്ഷെ നേരെ തിരിച്ചിട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് സമയത്ത് ഇറക്കാൻ കുറച്ച് പാടുള്ള രണ്ടും അതിന്റെ ഡിഫിക്കൽട്ട് ഉണ്ട്. ഞാനൊരു ബർഗർ കഴിച്ചാൽ ചിലപ്പോൾ ഒരു 1 കിലോ വെയിറ്റിംഗ് സ്കെയിലിൽ കൂടും. വ്യത്യാസം ഉണ്ടാവും. അവൾ 5 ബർഗർ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. എന്തതിന്റെ ഒരു ജനറ്റിക്കും വ്യത്യാസം ഉണ്ടാവും. പിന്നെ അവരുടെ നല്ല ഫുഡ് കഴിച്ച് വന്ന നല്ല ഫുഡ് ആളാണ്. ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് ഒക്കെ വരും. അതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. വയറ് അപ്പൊ അങ്ങനെ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട്. ഭയങ്കര സ്ട്രെച്ച് മാർക്ക് വരുന്നുണ്ട് വയറിലൊക്കെ. ഇങ്ങനെ എനിക്കും കൂടെ കോച്ചാണ് കേട്ടോ അരുൺ. അതിനെല്ലാം അറിയണം. സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആഗ്രഹമുണ്ട്. അതുകൊണ്ടോ ലേണിംഗ് സ്കില്ലാണല്ലോ. ലെൻസിലാണോ. അപ്പൊ ഇനി മനോബ്രോ തിരിച്ചിവിടെ 6 മണിയാകുമ്പോൾ പോരല്ലേ? 6 മണിയാകുമ്പോൾ പോവും. പുറത്തേക്ക് പോവും. പിന്നെ 5 ആകുമ്പോൾ 4 ആകുമ്പോൾ എണീക്കും. പിന്നെ ഒരു മീലുണ്ട്, അത് കഴിച്ച് പിന്നെ PT വരുന്ന 5:30 നിമ്മയുണ്ട്. വൈകുന്നേരം ആക്കിയോ? ഈ 2 ദിവസം. പിന്നെ മോർണിംഗ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 മണിയാകുമ്പോൾ ഗീതിക 7 to 8. പിന്നെ എൻ്റെ വർക്കൗട്ട് ടൈമാണ്. അപ്പോഴാണ് ഞാനായി ജീവിക്കുന്ന സമയം. ആ ഒരു 1.5 മണിക്കൂറാണ് മനോബ്രോന്റെ വർക്കൗട്ട് ടൈം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഈ
സ്റ്റാർട്ടിങ് ഒരു മോർണിംഗ് 5 തൊട്ടിട്ട് ഈ 11 മണി വരെയുള്ള സമയം മനുബ്രോ ഇരിക്കുന്നത് വളരെ കുറവാണ്. ഭയങ്കര കുറവാണ്. ഞാൻ സ്റ്റെപ്സ് കൂടുതലാണ്. ഞാൻ ഐറ്റ് ആയതുകൊണ്ട് ഇരിക്കുന്ന സമയം ഭയങ്കര കൂടുതൽ, നിൽക്കുന്നത് വളരെ കുറവാണ്. ഞാനിപ്പോ ഡെയിലി സ്റ്റെപ്സ് ഒക്കെ എടുത്താൽ എന്തായാലും ഒരു 10 to 15 എന്തായാലും കാണും. സുഖമായിട്ടാവും, ഈസി ഫ്ലോറിൽ ആയിട്ടാവും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. 15 ഒക്കെ ക്രോസ് ആവും. ഞാൻ തന്നെ മനുബ്രോന്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ 10K സുഖമായിട്ടാവും. ഞാൻ രാവിലെ നിൽക്കുന്നത് ചില സമയത്തൊക്കെ കാലൊക്കെ ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ ഇതാവും. പിന്നെ ഷൂസ് ഹെൽപ്ഫുൾ ആണ്. സ്കെച്ചേഴ്സിന്റെ ഒരു മോഡൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ബുദ്ധിമുട്ട് അറിയാറില്ല. നല്ല ഷൂസാ, നല്ല ഷൂസാണ്. അത്യാവശ്യം പ്രൈസും ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് അതെ. പിന്നെ പണ്ട് നാൾ തൊട്ടേ ഒരു 18-20 years തൊട്ടേ എക്സ്ട്രീം ഡയറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓക്കെ ആണ്, പുട്ടാണല്ലേ. ഇതൊക്കെ നമുക്ക് ചെയ്തു പോവാം. ഇന്ന് ഭയങ്കര ടഫായിരുന്നു. അത് ട്രാക്കിക്ക് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ കോളേജ് ടൂറിൽ പോണ സമയത്ത് ഞാൻ ഡയറ്റ് ആണ്. ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയമാണ്. കോളേജ് ടൂർ, കോളേജിൽ പഠിക്കുമ്പോൾ ടൂറിന് ആലോചിച്ച് അന്ന് നമ്മുടെ സാറന്മാര്, റൂബിൻ സാർ എന്ന് പറഞ്ഞ സാറൊക്കെ എന്നെ ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലത്താണ് പഠിച്ചത്. 2011 to 14 ബാച്ചാണ്. അപ്പൊ ട്രിപ്പിന് ടൂറിന് പോണ സമയത്ത് ഞാൻ ഡയറ്റ് ആണ്. 10 ദിവസം 5 ദിവസം ട്രിപ്പ് ഒന്നും ഓർക്കുന്നില്ല. BSc ബോട്ടണിയാണ് പഠിച്ചത്. ഞാൻ കൊണ്ടുപോയത് എൻ്റെ പ്രശാന്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ്, ദ്രോണാചാര്യ എന്ന് പറയും കൊല്ലത്ത്. പുള്ളിയാണ് എൻ്റെ ആശ. അത് ആശാമാരാണോ കോച്ച് എന്ന് പറഞ്ഞത്? ആശാമാരാണോ? അന്ന് പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞു ഡയറ്റ് പിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിലും പറഞ്ഞു ഞാൻ ഡയറ്റ് പിടിക്കുകയാണെന്ന് പറഞ്ഞു. കോമ്പറ്റീഷൻ പോകുന്നു. ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, ക്യാരി ചെയ്യുന്ന ഹാൻഡ് ബാഗിനകത്ത് ഡയറ്റ് കോള, ബ്രൗൺ ബ്രെഡ്, ഇതുകൊണ്ടാണ് ഞാൻ പോണത്. എൻ്റെ റൂബിൻ പറഞ്ഞ സാറ് എവിടെ കൊണ്ട് നിർത്തിയാലും മുട്ടയും ചിക്കനും കിട്ടുന്ന കടയിൽ നിർത്തുള്ളൂ. അവിടെ നിർത്തുന്നു. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അത്രയും ക്ലാസ്സിലുള്ള ഒരു 10, 50, 45, 50, 60 പേര് ബിരിയാണിയും ചിക്കനും കഴിക്കുമ്പോഴും നമ്മൾ അന്ന് മുട്ടയും വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ച് അത് ഇച്ചിരി ചോറ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ്, ഡയറ്റ് പെപ്സി. അത് ചിക്കൻ കിടന്ന് ഈ ഗ്രില്ല് ചിക്കനൊക്കെ അങ്ങനെ നമ്മുടെ ഇങ്ങോട്ടൊക്കെ അൽഫാം ഇതൊക്കെ ആയി പറഞ്ഞേ ഉള്ളൂ. എത്ര കൊല്ലം മുമ്പാണ്? ഇപ്പം 2002 എന്ന് പറയുമ്പോൾ തന്നെ 10, 13, 14 കൊല്ലമായി മുമ്പുള്ള കാര്യമായിട്ട് പറയണത്. അപ്പം ആ ചിക്കൻ കിട്ടുമ്പോൾ നമുക്ക് മറ്റേ എന്തോ സ്വർഗം കിട്ടിയ ഫീലാണ്. അങ്ങനെ വന്നു, തിരിച്ചെത്തി. കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. അവിടെ ഫസ്റ്റ് ബോഡി ബിൽഡിംഗ് മെഡൽ കൊണ്ടുവരുന്നത് ഞാനാണ് ആ കോളേജിൽ. അപ്പോഴും ഞങ്ങളുടെ PT-യുടെ റൂമില് എന്റെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾഡ് മെഡൽ ബോഡി ബിൽഡിംഗ് കൊണ്ടുവരുന്നത് ഞാനാണ് ഞങ്ങളുടെ കോളേജിൽ. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ എന്തായാലും ഓർക്കുമ്പോ എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമുക്ക് അത്ര ടഫ് അല്ലല്ലോ. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് അതൊക്കെ. ഇപ്പോഴാണ്. അത് എത്ര വയസ്സിലായിരുന്നു അന്ന് കപ്പടിച്ചത്? 21 ആവുന്നു. 21 ആ ഏജ് എന്ന് പറയാം. ആ ഇയറിൽ തന്നെയാണ് ഞാൻ പിന്നെ മിസ്റ്റർ കേരള ചാമ്പ്യൻ ആവുന്നതും. മിസ്റ്റർ ഇന്ത്യ മത്സരത്തിന് പോവുകയൊക്കെ ചെയ്യുന്നത്. മിസ്റ്റർ ഇന്ത്യക്ക് എന്തായി? അത് പാർട്ടിസിപ്പേഷൻ ചെയ്തുള്ളൂ. കാരണം എനിക്ക് പ്രപ്പ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് കോച്ച് പറഞ്ഞു അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, അറ്റൻഡ് ചെയ്തു. ഭയങ്കര ഓൾ ഇന്ത്യ ഭയങ്കര ടഫ് അല്ലേ? ഒരുപാട്. പക്ഷേ എന്നെ കണ്ട ജഡ്ജസ് ഒക്കെ നീ എന്തുകൊണ്ട് ചെയ്തില്ലെന്നൊക്കെ ചോദിച്ചായിരുന്നു. മണിക്ക പ്രോബ്ലം എന്ന് പറഞ്ഞു. ഗോവയിൽ വെച്ചായിരുന്നു. അപ്പൊ അന്നത്തെ കഷ്ടപ്പാട് ഇപ്പൊ ഓർക്കുമ്പോ ഒന്നുമില്ല. നമ്മൾ ഈസിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകാൻ പറ്റും. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ ഭയങ്കര സംഭവമാണ്. അന്ന് നമുക്ക് ഭയങ്കര ഒറ്റ ചിന്ത, മൈൻഡ് വേറെ ചിന്തയില്ല. ഒറ്റ ഫോക്കസേ ഉള്ളൂ, മെഡൽ കൊണ്ടുവരണം, കോമ്പറ്റീഷൻ വിൻ ചെയ്യണം, ഒറ്റ ചിന്ത ഉള്ളൂ. അതിലേന്ന് വന്നതാണ്. പിന്നെ ആ കൊല്ലത്ത് മിസ്റ്റർ കൊല്ലവും മിസ്റ്റർ കേരള ഒക്കെ ആയി 2014. പിന്നെ ഒരു ലോങ് ഒരു 6 years 21, 22 വരെ ഗ്യാപ്പായിരുന്നു. ചെയ്യാനൊന്നും പറ്റിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വീണ്ടും പിന്നെ 22, 23 ചെയ്തു ദുബായ് മസിൽ ഷോ. അതിൽ ടോപ്പ് 5 വന്നു. പിന്നെ വീണ്ടും ഗ്യാപ്പായി. ഈ ഗ്യാപ്പ് വരുമ്പോ ഫുഡ് കയ്യിൽ നിന്ന് പോകും അതോ എങ്ങനെയാ? ഞാൻ
ഫുഡ് കഴിക്കും. വെയിറ്റ് കൂടുമോ? വെയിറ്റ് എന്താ? വെയിറ്റ് കുറച്ച് ഹൈ ആവും. എത്ര വരെ പോയിട്ടുണ്ട് ടോപ്പ്? എന്റെ ഇപ്പൊ ടോപ്പാണ് 93 വരെ പോയിട്ടുണ്ട്. 93 വരെ. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? ഇപ്പൊ 89 90. ഓ, ടോപ്പാണ്. കൂടുതൽ മസിൽ മാസാണ്. അന്ന് ഞാൻ 90 kg ഗെയിൻ ചെയ്തത് ഖത്തറിൽ വെച്ചാണ്. ഈറ്റിംഗ് ക്ലീൻ അല്ലായിരുന്നു. ഓക്കെ ഇപ്പൊ അങ്ങനെ മോസ്റ്റ്ലി എല്ലാ മീൽസും ബാലൻസ്ഡ് ആണ്. ഹോൾസം ഫുഡാണ്, ബാലൻസ്ഡ് ആണ്. കാർബും പ്രോട്ടീനും ഫാറ്റും എല്ലാം ബാലൻസ്ഡ് ആണ്. കാർബ് വളരെ കുറവല്ലേ അല്ലേ കഴിക്കണത്? ഉണ്ട്, എല്ലാ മീലിലും ഉണ്ട്. ബാലൻസ്ഡ് ആണ്. എല്ലാ മീലിലും ഉണ്ട് കാർബ്. ഞാൻ പറഞ്ഞില്ല, അത് കോച്ച് നോക്കും. നമ്മുടെ വീക്കിലൊക്കെ ഒരു മന്ത് വെച്ചിട്ട് നോക്കിയിട്ടായിരിക്കും പിന്നെ അതിന് ചേഞ്ചസ് വേണോ, ആഡ് ചെയ്യണോ, കുറയ്ക്കണം എന്നൊക്കെയുള്ള. മറ്റേ വോൾവറിൻ പുള്ളിയാണ് എന്റെ കോച്ച്. അത് രണ്ടും ടീം ബോസ് അക്കാഡമിക്കകത്തുള്ളതാണ്. എന്ത് അക്കാഡമി? ടീം ബോസ് എന്ന് പറഞ്ഞ അക്കാഡമി. ശരി. പുള്ളിയുടെ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ പുള്ളിക്കാരൻ എപ്പോഴും എന്റെ കോച്ച് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഹൈലി പൊട്ടൻഷ്യൽ ആണ്, നീന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു ദിവസം വന്നപ്പോൾ തോന്നൽ ഒരുപാട് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. വന്നതിന് ഞാൻ നമ്മുടെ അമ്മയുടെ അടുത്ത് പറയുന്നു. പിന്നെ ബൈ ദ ടൈം നമ്മൾ എല്ലാത്തിനും ബീറ്റ് ചെയ്തു. നമ്മൾക്ക് അത് വേണം. പിന്നെ ഗൾഫിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് സെറ്റായി, ഒത്തിരി മോൾഡായി. കുക്ക് ചെയ്യാനൊക്കെ കുറെ പഠിച്ചു. പിന്നെ മമ്മി ഇപ്പൊ വീട്ടിലുള്ളതുകൊണ്ടെല്ലാം അറിയണ്ട. അത് അറിയാം, മീല് കാണുമ്പോ വന്ന് ഇരുന്ന കഴിക്കാം. ഭയങ്കര ഭാഗ്യം ഉണ്ടാവട്ടെ. അങ്ങനെ. അപ്പൊ മനു ബ്രോ, ഞാൻ എന്നാല് പോയി നോക്കട്ടെ. അപ്പൊ നാളെ PT-യുടെ കണ്ടിന്യൂഷനുമായി നടക്കണം. ഓക്കെ, സമയം അരുൺ. ഓക്കെ, അപ്പൊ ഈറ്റ് വെൽ. ഓക്കെ, ബൈ. സോ മോർണിംഗ് സെഷൻ കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. ഈവനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗീതികയിലാണ്. ഗീതികയ്ക്ക് ഇന്ന് അപ്പർ ബോഡി സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സോ അപ്പർ ബോഡി ചെസ്റ്റ്, ബാക്ക്, ഷോൾഡേഴ്സ് വർക്കൗട്ട് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ Meet Mrs. Geethika. Yes, I am Mrs. Geethika. Yes, അരുൺ. നമ്മുടെ രാവിലെ അരുണില്ല, അരുണിന്റെ വൈഫാണ് ഗീതിക. ഗീതികേന്റെ അതെ, ഞാനാണ് കോച്ച്. ഗീതിക ഒരു 100 days ചലഞ്ച് ചെയ്യുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനൊരു 100 days ചലഞ്ച് ചെയ്യാണ്. ഇൻ വിച്ച് ഞാൻ ക്ലീൻ മീൽസ് ആയിരിക്കും കഴിക്കുന്നത്. എല്ലാ മീൽസും കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഹെൽത്തി 100 days 100 days ഹീറ്റ് ക്ലീൻ. അതിപ്പം റെസിപ്പീസ് ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് റെസിപ്പീസ് ഞാൻ കൊടുക്കുന്നുണ്ട്, യൂട്യൂബിൽ കുറച്ച് റെസിപ്പീസ് എടുക്കുന്നുണ്ട്. അതിനൊരു ഡെയിലി ഒരു 4 to 5 minutes എടുത്ത് കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടൊരു 100 days. അപ്പം ഞാൻ 158, ദിസ് ഈസ് 100. പിന്നെ ഒരു ക്ലയൻറ്റ് 25 days ചലഞ്ച് കഴിഞ്ഞു. അതുപോലെ എൻ്റെ കൂടെ ചെയ്തു വരുന്നുണ്ട്. സോ ഒരു ചലഞ്ച് മുന്നോട്ട് പോകണത്. അതെ. അപ്പം ഗീതിക ഇപ്പൊ PSA അവർ രണ്ടുപേരും ഒരു മാസം ഗ്യാപ്പിലാണ് PT സ്റ്റാർട്ട് ചെയ്തത്. ഗീതികയ്ക്ക് ഇപ്പോൾ ഒരു 2 months കൊണ്ട് ഏകദേശം ഒരു 7 kg അടുപ്പിച്ച് ഗെയിനായി. ഓൺ ഗോയിങ് ആണോ അല്ലെ ഗീതിക? ഇനിയും കൂട്ടണം. അതെ. ഓക്കെ, അത് നമ്മുടെ വ്ലോഗ് ഇനിയും കാണാം. സോ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മുസ്ലിം ഫ്രണ്ട്സിനും എൻ്റെ സ്റ്റാഫിനും എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇഫ്താർ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഫുഡ് ഞാൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. എൻ്റെ മമ്മിയാണ് കുക്ക് ചെയ്തത്. അത് ചെയ്യാൻ പറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ബീഫ് ബിരിയാണിയാണ് കൊണ്ടുവന്നത്. എൻ്റെ എല്ലാ സ്റ്റാഫിനും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനും എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ബിരിയാണി എല്ലാം ഇഷ്ടപ്പെട്ടു. അള്ളാ കരീം, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫുഡ് കഴിച്ചു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു പീസ് ബിരിയാണി, ഒരു കഷ്ണം ബീഫ്, ചെറിയൊരു ഒരു പീസ് റൈസും കഴിച്ചു. എൻ്റെ മനസ്സും അവരുടെ വയറും നിറഞ്ഞു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. താങ്ക് ഗോഡ്, താങ്ക് യു സോ മച്ച്. I'm ready. Push down, chest, shoulder, triceps. Listen.
അപ്പോൾ ഞങ്ങളിന്ന് തകർക്കും പുഷ് ഡേ. നമ്മുടെ വർക്കൗട്ട് ട്രെയിനിങ് സെഷൻസ് എല്ലാം കഴിഞ്ഞു. മീറ്റ്സ് എല്ലാം എടുത്തു, പ്രീ-വർക്കൗട്ട് മീലൊക്കെ എടുത്തു. One of the best hours in the day is going to happen. Thank you.